ഹായ് ഡിയേഴ്സ്, നാം ഇന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നദീതട സംസ്കാരത്തിലൂടെ. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം. പുരാവസ്തു പഠനങ്ങൾക്കും സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും ചുമതലപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. പുരാവസ്തു പഠനങ്ങൾക്കും സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനും ചുമതലപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് സ്ഥാപിതമായത്. 1921 ജോൺ മാർഷൽ ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നു. 1921 ജോൺ മാർഷൽ ഇതിന്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നു. സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. ആദ്യത്തെ തെളിവുകൾ ഹാരപ്പയിൽ നിന്നും ലഭിച്ചതിനാലാണ് ഈ സിന്ധു നദീതട സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നത്. മികച്ച അഴുക്കുചാൽ സംവിധാനമായിരുന്നു സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളുടെ പ്രധാന സവിശേഷത. സിന്ധു നദീതട നാഗരികർ ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ ഉത്ഖനനം നടന്നത് ഹാരപ്പയിലാണ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഹാരപ്പയുടെ പ്രത്യേകതകൾ നോക്കാം. ദയാറാം സാഹ്നിയാണ് ഹാരപ്പ നേതൃത്വം നൽകിയത്. ഹാരപ്പയുടെ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നിയാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ തെളിവുകൾ ലഭിച്ചത് ഇവിടെ നിന്നുമാണ്. മുദ്രകളുടെ നിർമ്മിതി മികച്ച കലാവൈഭവത്തിന്റെ തെളിവായി കണക്കാക്കുന്നു. ചുട്ടെടുത്ത ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പൻ നഗരങ്ങളുടെ പ്രധാന പ്രത്യേകത. ധാന്യപ്പുരയുടെ അവശിഷ്ടം ഹാരപ്പയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചു. മെസൊപ്പൊട്ടാമിയക്കാരുടെ കച്ചവടത്തിൽ ഏർപ്പെട്ട മെലൂഹ എന്ന പ്രദേശം ഏത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ്? മെസൊപ്പൊട്ടാമിയക്കാരുമായി കച്ചവടത്തിൽ ഏർപ്പെട്ട മെലൂഹ എന്ന പ്രദേശം ഹാരപ്പൻ നദീതട സംസ്കാര കേന്ദ്രമാണ്. ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ട മാതൃദേവതയെ ആരാധിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ച കേന്ദ്രം ഹാരപ്പയാണ്. ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ട മാതൃദേവതയെ ആരാധിച്ചതിന്റെ തെളിവുകൾ ലഭിച്ച കേന്ദ്രമാണ് ഹാരപ്പ. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആദിമശിവന്റേതെന്ന് കരുതപ്പെടുന്ന പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ലഭിച്ച കേന്ദ്രം ഹാരപ്പയാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ആദിമശിവന്റേതെന്നു കരുതപ്പെടുന്ന പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ലഭിച്ച കേന്ദ്രം ഹാരപ്പയാണ്. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്ന ജനത ഏത് സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ്? ഹാരപ്പ. മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്ന ജനത ഹാരപ്പൻ സംസ്കാര കേന്ദ്രത്തിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. വെങ്കലത്തിന്റെ ഉപയോഗം മൂലം വെങ്കലയുഗ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. വെങ്കലത്തിന്റെ ഉപയോഗം മൂലം വെങ്കലയുഗ സംസ്കാരം എന്ന പേരിൽ അറിയപ്പെട്ട സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഹാരപ്പ. വെങ്കലം നിർമ്മിക്കുന്നത് ചെമ്പും വെളുത്തീയവും ചേർത്താണ്. വെങ്കല നിർമ്മാണത്തിനാവശ്യമായ ചെമ്പും വെളുത്തീയവും ലഭിച്ചിരുന്നത് രാജസ്ഥാനിലെ ഖൈത്രി ഖനിയിൽ നിന്നുമാണ്. ചെമ്പ് ലഭിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് വെളുത്തീയം ലഭിച്ചിരുന്നത്. വെങ്കല നിർമ്മാണത്തിനാവശ്യമായ ചെമ്പും വെളുത്തീയവും ലഭിച്ചിരുന്ന സ്ഥലങ്ങളാണ് രാജസ്ഥാനിലെ ഖേത്രി ഖനിയിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും വെളുത്തീയവും ലഭിച്ചു. ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയ വർഷം BC 1700 BC 1700 ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയ വർഷം. BC 2700 മുതൽ BC 1700 വരെയാണ് ഹാരപ്പൻ സംസ്കാര കാലഘട്ടം. ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയുമാണ്. ഹാരപ്പൻ സംസ്കാരം വ്യാപിച്ചു കിടക്കുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയുമാണ്.
ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്നത് വെള്ളപ്പൊക്കം, പകർച്ചവ്യാധികൾ, വനനശീകരണം, കാർഷിക മേഖലയിലുണ്ടായ തകർച്ച, പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ എന്നിവയാണ്. R.D. ബാനർജി ഉദ്ഖനനം നടത്തിയ പാകിസ്ഥാനിലെ കേന്ദ്രമാണ് മോഹൻജൊദാരോ. വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങളും നർത്തകിയുടെ പ്രതിമയും ലഭിച്ചത് മോഹൻജൊദാരോയിൽ നിന്നാണ്. പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് സുദ്കാചൻദോർ, മോഹൻജൊദാരോ, ഹാരപ്പ എന്നിവ. പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് സുദ്കാചൻദോർ, മോഹൻജൊദാരോ, ഹാരപ്പ എന്നിവ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് കാലിബംഗൻ, ലോഥാൽ, റംഗ്പൂർ, ധോളവീര, ഭനാവലി, ആലംഗീർപൂർ എന്നിവ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് കാലിബംഗൻ, ലോഥാൽ, റംഗ്പൂർ, ധോളവീർ, ഭനാവലി, ആലംഗീർപൂർ എന്നിവ. അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഷോർട്ടുഗായാണ്. അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഷോർട്ടുഗായ്. നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് ലോഥാൽ, ഹാരപ്പ, മോഹൻജൊദാരോ എന്നിവ. നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളാണ് ലോഥാൽ, ഹാരപ്പ, മോഹൻജൊദാരോ എന്നിവ. ഘഗ്ഗർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാരമാണ് കാലിബംഗൻ. ഘഗ്ഗർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാരമാണ് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന കാലിബംഗൻ. നിലം ഉഴുതുമറിച്ച് കൃഷി ചെയ്തതിന്റെയും ജലസേചനത്തിനായി കനാലുകൾ നിർമ്മിച്ചതിന്റെയും തെളിവുകൾ ഇവിടെ നിന്നും ലഭിച്ചിരുന്നു. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലോഥാൽ, റംഗ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും നെൽകൃഷി ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോഥാൽ, റംഗ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും നെൽകൃഷി ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ സിന്ധു നദീതട സംസ്കാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ലോഥാൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം. കടൽ വഴിയുള്ള വാണിജ്യത്തിന് പ്രശസ്തമായിരുന്നു ലോഥാൽ. മുത്ത് നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ലോഥാൽ സിന്ധു നദീതട സംസ്കാര കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷതകളാണ്: കടൽ വഴിയുള്ള വാണിജ്യത്തിന് പ്രശസ്തമായിരുന്നു. മുത്ത് നിർമ്മാണ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന സംസ്കാരങ്ങളാണ് മെസ്സപ്പൊട്ടാമിയൻ, ചൈനീസ്, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ. വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന സംസ്കാരങ്ങളാണ് മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ എന്നിവ. വെങ്കല നിർമ്മിതികളായ ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചത് പൊതുവായ ഒരു പ്രത്യേകത ആയതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. തുത്തൻഖാമൻ ആരായിരുന്നു? പുരാതന ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്നു തുത്തൻഖാമൻ. ഹൊവാർഡ് കാർട്ടർ പ്രശസ്തനായ പുരാവസ്തു ഗവേഷകനാണ്. ഹൊവാർഡ് കാർട്ടർ. പുരാതന ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറവ എന്ന പേരിലാണ്. ഈജിപ്തിൽ ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന രീതിയാണ് മമ്മി. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്ന നദീതീരം നൈൽ നദിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ അടിത്തറ കൃഷിയാണ്. പ്രാചീന ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്തുവിദ്യ ഹൈറോഗ്ലിഫിക്സ് ആണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് എഴുതാൻ ഉപയോഗിച്ചത്. ഷംപോലിയോ എന്ന ഫ്രഞ്ചുകാരനായ പണ്ഡിതനാണ് ആദ്യമായി ഈ ലിപി വായിച്ചെടുത്തത്. നൈൽ നദീ തീരത്ത് നിന്നും കിട്ടിയ റോസെറ്റ എന്ന ശിലയിലാണ് ഈ ലിപി ആദ്യം കണ്ടത്. ഏത് രാജ്യത്തെ ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ? ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്നു നെപ്പോളിയൻ.
നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണ സമയത്ത് ഷംപോലിയോ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. നോട്ട് ചെയ്യാം. പ്രാചീന ഈജിപ്തുകാർ ഉപയോഗിച്ച കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ വർഷത്തിൽ 365 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ 30 ദിവസം വീതമുള്ള 12 മാസങ്ങളായി തിരിച്ചിരുന്നു. ബാക്കി വന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചു. സമയം കണക്കാക്കാൻ പ്രാചീന ഈജിപ്തുകാർ ഉപയോഗിച്ച ഘടികാരങ്ങളാണ് സൂര്യഘടികാരം, ജലഘടികാരം എന്നിവ. സൂര്യഘടികാരം നിഴൽ അടിസ്ഥാനമാക്കിയാണ് സമയം കണക്കാക്കിയിരുന്നത് എങ്കിൽ ജലപ്രവാഹം അടിസ്ഥാനമാക്കിയാണ് ജലഘടികാരത്തിൽ സമയം നിർണയിക്കുന്നത്. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്ന പുരാതന ജനതയാണ് പുരാതന ഈജിപ്തുകാർ. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്ന പുരാതന ജനത പുരാതന ഈജിപ്തുകാരാണ്. മനുഷ്യന്റെ തലയും മൃഗങ്ങളുടെ ഉടലും ഉള്ള ഈജിപ്തിൽ കാണപ്പെട്ടിരുന്ന പ്രതിമകളാണ് സ്ഫിങ്സ്. മനുഷ്യന്റെ തലയും മൃഗങ്ങളുടെ ഉടലുമുള്ള ഈജിപ്തിൽ കാണപ്പെട്ടിരുന്ന പ്രതിമകളാണ് സ്ഫിങ്സ്. പ്രതിമാ നിർമ്മാണത്തിലും ഈജിപ്തുകാർ വിദഗ്ധരായിരുന്നു. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നത് മെസപ്പൊട്ടാമിയയാണ്. മെസപ്പൊട്ടാമിയയാണ് 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടാമിയൻ സംസ്കാരം ഉടലെടുത്തത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഉത്ഭവം ആർമീനിയൻ പർവ്വതമാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഉത്ഭവം ആർമീനിയൻ പർവ്വതവും പതനം പേർഷ്യൻ കടലിലുമാണ്. മെസപ്പൊട്ടാമിയ ഇന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറാഖ്. മെസപ്പൊട്ടാമിയ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ്. മെസപ്പൊട്ടാമിയക്കാരുടെ എഴുത്തുവിദ്യ അറിയപ്പെട്ടത് ക്യൂണിഫോം ലിപി എന്ന പേരിലാണ്. ക്യൂണിഫോം ലിപി ആപ്പിന്റെ ആകൃതിയിലുള്ള ലിപിയായിരുന്നു ഇത്. മണ്ണ് കുഴച്ചുണ്ടാക്കിയ ഫലകങ്ങളായിരുന്നു എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. മെസപ്പൊട്ടാമിയക്കാർ ഉപയോഗിച്ചിരുന്ന കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. പ്രാചീന ഈജിപ്തുകാർ ഉപയോഗിച്ച കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കി ആണ് എങ്കിൽ മെസപ്പൊട്ടാമിയക്കാർ ഉപയോഗിച്ചിരുന്ന കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. വർഷത്തെ 12 മാസങ്ങളായും മാസത്തെ 4 ആഴ്ചകളായും തിരിച്ചിരുന്നു. ദിവസത്തെ 24 മണിക്കൂറായാണ് തിരിച്ചിരുന്നത്. ഗണിതത്തിലെ ഹരണം, ഗുണനം, വർഗമൂലം എന്നിവയിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ജനത മെസപ്പൊട്ടാമിയൻ ജനതയാണ്. ഗണിതശാസ്ത്രത്തിലെ പോലെ ജ്യോതിശാസ്ത്രത്തിലും പ്രാവീണ്യമുള്ള ജനതയായിരുന്നു മെസപ്പൊട്ടാമിയക്കാർ. മെസപ്പൊട്ടാമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. മെസപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്ത 4 സംസ്കാരങ്ങളാണ് സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, കാൽഡിയൻ സംസ്കാരം എന്നിവ. മെസപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്ത 4 സംസ്കാരങ്ങളാണ് സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നീ സംസ്കാരങ്ങൾ. പ്രാചീന മെസപ്പൊട്ടാമിയൻ നഗരങ്ങളാണ് ഉർക്ക്, ലഗാഷ് എന്നിവ പ്രാചീന മെസപ്പൊട്ടാമിയൻ നഗരങ്ങളാണ്. ഹൊയാങ്ഹോ നദിക്കരയിൽ ഉടലെടുത്ത സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിന്റെ അടിത്തറ. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ ഉപയോഗിച്ച ജനത ഉണ്ടായിരുന്നത് പുരാതന ചൈനയിലാണ്. പ്രാചീന കാലത്ത് ചൈനയിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറിൽ വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. പ്രാചീന കാലത്ത് ചൈനയിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറിൽ വർഷത്തിൽ 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നിവയാണ് പഠിച്ചത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത നഗരാസൂത്രണവും കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. കരകൗശലം, ലിപി എന്നിവയും സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദീ തടത്താണ് ഉത്ഭവിച്ചത്. ഹൈറോഗ്ലിഫിക്സ് ആണ് ഇവരുടെ ലിപി. പിരമിഡുകൾ, സ്ഫിങ്സ് എന്നിവ
ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകളാണ് കലണ്ടർ, സൂര്യഘടികാരം, ജലഘടികാരം എന്നിവയും ഈജിപ്ഷ്യൻ സംസ്കാരം കണക്ട് ചെയ്യുക. മെസപ്പൊട്ടാമിയയില് നമുക്ക് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്താണ് ഉത്ഭവിച്ചത്. ക്യൂണിഫോം ലിപിയാണ് മെസപ്പൊട്ടാമിയക്കാരുടെ ലിപി. സിഗുറാത്തുകൾ മെസപ്പൊട്ടാമിയയുടെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. കലണ്ടർ, ഗണിതശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ എന്നിവ മെസപ്പൊട്ടാമിയക്കാർ കൈവരിച്ച മേഖലകളാണ്. ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ നദീതടത്തിലാണ് ഉത്ഭവിച്ചത്. എഴുത്തുവിദ്യയാണ് ചൈനീസ് സംസ്കാരത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. പട്ടുതുണി നിർമ്മാണമാണ് ചൈനീസ് സംസ്കാരത്തിലെ പ്രധാന പ്രത്യേകത. പിന്നെ കലണ്ടറും അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ എഴുതാൻ ഉപയോഗിച്ച ജനതയും പുരാതന ചൈനക്കാരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്